ധന്യാത്മൻ വരാൻ പോകുന്നത് വിജയദശമിയും നവരാത്രിയും വിദ്യാരംഭവും ആവുന്നുവല്ലോ. അതുകൊണ്ട് നവരാത്രിയെയും വിജയദശമിയെയും വിദ്യാരംഭത്തെയും കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറയാം എന്നാഗ്രഹിക്കുന്നു. നവരാത്രിയും വിദ്യാരംഭവും വിജയദശമിയൊക്കെ സംഗ്രഹിച്ചിരിക്കുന്നത് ദാർശനികർ അഥവാ ഋഷീശ്വരന്മാരാവുന്നു. ദാർശനികർ സംഗ്രഹിച്ചിരിക്കുന്ന വേദ ഇതിഹാസ കഥകളുടെയെല്ലാം പരമപ്രാധാന്യമർഹിക്കുന്ന ലക്ഷ്യം ഒരു പക്വമതിയെ സമദർശിയാക്കുക അഥവാ സന്യാസിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ലോകത്ത് 700-ൽ പരം കോടി ജനതയുണ്ട്. ഇവർ 700-ൽ പരം കോടി ജനതയെയും സന്യാസിയാകാൻ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പം സന്യാസി ആവേണ്ട വ്യക്തിക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ആ യോഗ്യതകളുള്ളവരെ മാത്രമേ സമദർശിയാവാനായിട്ട് തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ. ഇതാണ് നവരാത്രിയിലും വിജയദശമിയിലും വിദ്യാരംഭത്തിലും ദാർശനികർ സംഗ്രഹിച്ചിരിക്കുന്നത്. ഇനി വേദ ഇതിഹാസങ്ങളുടെ അടിത്തറ അഥവാ ഹൈന്ദവ ശാസ്ത്രത്തിൻ്റെ അടിത്തറ ദാർശനികർ പടുത്തുയർത്തിയിരിക്കുന്നത് പരിണാമ വിപരിണമന സിദ്ധാന്തത്തിലാവുന്നു. ആത്മാവിൽ നിന്നും പരിണമിക്കുന്ന ജീവൻ ജന്തുലോകത്തിലൂടെ വിഹരിക്കുന്നു. ഒടുവിൽ ജന്തുക്കളിൽ നിന്നും മോചിച്ച് മനുഷ്യ ശരീരം ജീവന് ലഭിക്കുന്നു. മനുഷ്യ ശരീരം ജീവന് ലഭിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഒരു 7 നിലകളുള്ള ഗോപുരം സംജാതമായിട്ടുണ്ടാവും അഥവാ ഉരുത്തിരിഞ്ഞിട്ടുണ്ടാവും. സാധാരണ നാം പടുത്തുയർത്തുന്ന ഗോപുരങ്ങൾ താഴെ നിന്നും മുകളിലേക്കാണെങ്കിൽ ഈശ്വരൻ പടുത്തുയർത്തിയിരിക്കുന്ന സംഗ്രഹിച്ചിരിക്കുന്ന ഗോപുരം മുകളിൽ നിന്ന് താഴേക്കാവുന്നു. ഇതിൽ ശിരോദേശത്തുള്ളത് ആത്മസ്ഥാനവും അവിടെ ആകാരങ്ങളോ നാമരൂപങ്ങളോ ആഹാരനിഹാരാദികളോ ഒന്നുമില്ലാത്ത സ്റ്റേഷനാണ് ശിരോദേശത്തുള്ളത്. അവിടുന്ന് താഴെയുള്ള 6 ഫ്ലാറ്റുകൾ അഥവാ ആധാരചക്രങ്ങൾ ഇത് ജീവന്റെ വിഹാര രംഗങ്ങളാവുന്നു, ജീവന് വിഹരിക്കുവാനുള്ള സ്റ്റേഷനുകളാവുന്നത്. ഇതിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നട്ടലിൻ്റെ കീഴറ്റത്ത് നിന്നും മേളിലേക്ക് മൂലാ ആധാരം, സ്വാധിഷ്ഠാനം, മണിപൂരക ചക്രം, ഈ 3 ആധാരചക്രങ്ങളിൽ വസിക്കുന്ന ജീവനെ അവിദ്യാമാർഗികളായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് മേലെ അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം എന്നീ ചക്രങ്ങളിൽ വസിക്കുന്ന മാനവനെ വിദ്യാമാർഗികളെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിദ്യാമാർഗത്തിൻ്റെ മറ്റൊരു നാമം തമസ് എന്നാവുന്നു. അവിദ്യാമാർഗത്തിൽ പെട്ടുകിടക്കുന്നത് ഘോര തമസിലാണ്. വിദ്യാമാർഗികൾ ജ്യോതിസിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വേദത്തിൽ തമസ്സോമാ ജ്യോതിർഗമയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മൂലാ ആധാരചക്രത്തിൽ മനുഷ്യാകാരത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ ആഹരിക്കുക, വിഹരിക്കുക, വിഷയിക്കുക, വിശ്രമിക്കുക, വിഭാഗീയത വച്ചു പുലർത്തുക എന്നുള്ള കർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കും. അവിടുന്ന് തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും, തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും വിരക്തി വരുന്നതിനനുസരിച്ച് അടുത്ത ജന്മത്തിൽ അവൻ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് കയറും. അവിടെയും തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക എന്നുള്ള കർമ്മം അവിടെയും നടക്കുന്നുണ്ട്. അവിടെ നിന്നും അടുത്ത് കഴിയുമ്പോൾ അതിനു മേലെ മണിപൂരക ചക്രത്തിലേക്ക് ആരോഹണം ചെയ്തു. ഈ 3 ആധാര ചക്രങ്ങളും തമസിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഘടകം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, തിന്നണമെങ്കിലോ കുടിക്കണമെങ്കിലോ കാണണമെങ്കിലോ എന്തിനും 3 എന്നുള്ള അവസ്ഥയെ ഇല്ലാതെ, 3 എന്നുള്ള അവസ്ഥയെ അതിലംഘിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു സാധനം കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന വ്യക്തിയുണ്ട്, കഴിക്കപ്പെടുന്ന ഘടകമുണ്ട്,
കഴിക്കുക എന്നുള്ള ക്രിയയുണ്ട്. അപ്പോൾ ഈ തൃത്വം, അതിനെ മൂന്നെണ്ണത്തിനെയും കൂടി ത്രിപുടം എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 ആധാരചക്രങ്ങളിൽ കയറിയാലും ത്രിപുടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം 3 × 3 = 9. അപ്പോൾ മൂലാധാര ചക്രത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്കും അവിടുന്ന് മണിപൂരകത്തിലേക്ക് കയറുമ്പോൾ അവയെ ത്യജിച്ച് അനാഹത ചക്രസ്ഥാനത്തേക്ക്, ഇവയെല്ലാം എനിക്ക് വേണ്ട മതി എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് അനാഹത ചക്രസ്ഥാനത്തേക്ക് ജീവൻ ആരോഹണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 3 താഴെയുള്ള 3 ആധാരചക്രങ്ങളും തമസിൻ്റേതായതുകൊണ്ട് അതിൽ ത്രിപുടം എന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ട് 3 × 3 = 9. സംസ്കൃതത്തിലുള്ള ഭാഷയാണ് നവം എന്നുള്ളത്. നവരാത്രി കഴിയുക എന്ന് വെച്ചാൽ ഈ 3 ആധാരചക്രങ്ങളെയും അതിക്രമിച്ച ജീവൻ എന്നുള്ളതാണ് അതിന് ഋഷികൾ വേദത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് തമസിന് കഴിഞ്ഞിട്ട് 9 കഴിഞ്ഞാൽ പിന്നെ ദശമി 10 അനാഹത ചക്രസ്ഥാനത്തേക്ക് ജീവൻ ആരോഹണം ചെയ്യുമ്പോൾ ആ ജീവന് വിജയദശമിയിലേക്ക് ആരോഹണം ചെയ്തു. അവന് വിദ്യാമാർഗം, ആത്മീയതയുടെ മാർഗം, സമദർശനത്തിനുള്ള മാർഗം, മന്ത്രദീക്ഷ കൊടുക്കാം എന്നുള്ളതാണ്. അതിനെ സന്യാസ ജീവിതത്തിന് തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ് വിജയദശമിയിലും വിദ്യാരംഭത്തിലും ദാർശനികർ സംഗ്രഹിച്ചിരിക്കുന്നത്. മണിപൂരകത്തിൽ നിന്നും അനാഹത ചക്രസ്ഥാനത്തേക്ക് ജീവൻ ആരോഹണം ചെയ്തപ്പോൾ ആ ജീവന്റെ സവിശേഷത ഇപ്പം എന്തായിരിക്കും? അവർക്ക് ജാതി മത വിഭാഗീയ ചിന്താഗതികൾ അത്തരക്കാരിൽ ഉണ്ടായിരിക്കുകയില്ല. അവർ ഈ ദൃശ്യപ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇവയെല്ലാം ഉണ്ടായി വളർന്ന് വർദ്ധിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും മാറ്റപ്പെടാത്ത സത്യവസ്തു ഈശ്വരൻ മാത്രമാവുന്നു എന്നുള്ളൊരു ബോധം അവരിലുണ്ടാകുമ്പോൾ ദൃശ്യവസ്തുക്കളായ നശ്വര വസ്തുക്കളായ പ്രകൃതിയെ ത്യജിച്ച് ആത്മീയ ജീവിതത്തിന് ഉതകുന്ന, സമദർശനത്തിനുതകുന്ന സന്യാസ ജീവിതം അവർ സ്വീകരിക്കുന്നു. ഇതിനെയൊക്കെയാണ് ആലങ്കാരിക ഭാവവും രൂപവും നൽകി വിദ്യാരംഭവും വിജയദശമിയും നവരാത്രിയും എന്നുള്ള ആ ഉത്സവ ആഘോഷത്തെ സംഗ്രഹിച്ചിരിക്കുന്ന പദത്തിൽ ദാർശനികർ സംഗ്രഹിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇന്നിപ്പോൾ അറിവില്ലാത്തവർ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അത് പലതായി മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ വിശദീകരണങ്ങൾ ബ്രീഫായിട്ടുള്ളത് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഏവർക്കും നമസ്കാരം.